ഹായ് നമസ്കാരം, ഞാൻ രാകേഷ് എം ജി ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ പറയാൻ വന്നിരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, മഴക്കാലത്ത് നമ്മൾ വാഹനം ഓടിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാനുണ്ട്. ശരിക്കും പറഞ്ഞാൽ അതിനെക്കുറിച്ചൊരു പോയിന്റ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കണ്ടിട്ടില്ലെന്നുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ ഏറ്റവും അവസാനം ഞാൻ ഇട്ടേക്കാം. പക്ഷേ ഇതിനകത്ത് ഞാൻ എപ്പോഴും എടുത്തു പറയുന്നൊരു കാര്യം, അല്ലെങ്കിൽ ഞാൻ ഈ ഒരു വീഡിയോയിൽ എടുത്തു പറയുന്നൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, രാത്രി വാഹനം ഓടിക്കുന്ന സമയത്ത്, പ്രത്യേകിച്ച് നല്ല മഴയുള്ള സമയത്ത് രാത്രി നമ്മൾ വാഹനം ഓടിക്കുമ്പോൾ നമുക്ക് അറിയാൻ മേലാത്ത വഴി കൂടെ പോവുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഒരു രണ്ടോ മൂന്നോ കാര്യങ്ങളേ ഉള്ളൂ. ജസ്റ്റ് ഒന്ന് കേട്ട് മനസ്സിലാക്കുക, ബാക്കിയുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വേറെ ഒന്നും കൊണ്ടല്ല. കാരണം എന്താണെന്ന് പറഞ്ഞാൽ, മഴ പെയ്യുന്ന സമയത്താണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് നമുക്ക് വാഹനം ഓടിക്കുമ്പോൾ ഉണ്ടാകുന്നത്. എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് നമുക്ക് അറിയാൻ മേലാത്ത വഴി, അല്ലെങ്കിൽ ഒരു പുതിയ വഴി കൂടിയാണ് നമ്മൾ യാത്ര ചെയ്യുന്നതെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്നൊരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, വാഹനം അത്യാവശ്യം സ്പീഡിൽ പോകുന്ന സമയത്ത് എവിടെയൊക്കെ കുഴികളുണ്ട്, അതായത് നമ്മുടെ റോഡുകളിൽ എവിടെയൊക്കെ കുഴികളുണ്ടെന്നോ, അല്ലെങ്കിൽ എവിടെയൊക്കെ ഗട്ടേഴ്സ് ഉണ്ടെന്നോ, അല്ലെങ്കിൽ മഴ പെയ്യുന്ന സമയത്ത് ഈ വെള്ളം നിറഞ്ഞ് കിടന്ന് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ വാഹനത്തിൻ്റെ ടയർ ചെന്ന് വീഴുന്നത് ഒരു കുഴിയിലാണോ റോഡിൽ തന്നെയാണോ നമുക്ക് കൃത്യം അറിയാൻ സാധിക്കത്തില്ല. അതൊരു വലിയൊരു ഇഷ്യൂ തന്നെയാണ്. നമുക്ക് ചെറിയൊരു കാര്യമായിട്ട് തോന്നുകയാണല്ലോ, അതൊരു ചെറിയ കാര്യമല്ല. അതൊരു വലിയ പ്രശ്നത്തിലോട്ട് വഴി ഒരുക്കുകയാണ് ചെയ്യുന്നത്. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വാഹനം ഓടിക്കുന്ന സമയത്ത് നമ്മൾ അത്യാവശ്യം സ്പീഡ് കുറച്ചാണ് ഓടിക്കുന്നതെങ്കിൽ അത്രയും പ്രശ്നം വരത്തില്ല. പക്ഷേ എന്നാലും ഈ കുഴിയിൽ വെള്ളമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് രാത്രി സമയത്താണ് നമ്മൾ ഡ്രൈവ് ചെയ്യുന്നതെങ്കിൽ പോലും നമ്മുടെ വിസിബിലിറ്റി കുറവായിരിക്കും. എത്ര ഹെഡ്ലൈറ്റിന് ബ്രൈറ്റ് ആണെന്ന് പറഞ്ഞാൽ പോലും നമുക്ക് വിസിബിലിറ്റി കുറച്ച് കുറവായിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് ഞാൻ എപ്പോഴും കഴിവതും റെക്കമെൻഡ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, രാത്രി നമ്മൾ വാഹനം ഓടിക്കുന്ന സമയത്ത് ശ്രദ്ധിച്ച് ഓടിക്കാൻ ശ്രമിക്കുക. പ്രത്യേകിച്ച് മഴയൊക്കെ ഉള്ള സമയത്ത്, പ്രത്യേകിച്ച് ഹെവി റെയിൻസ് ഉള്ള സമയത്താണെങ്കിൽ ആ യാത്ര മാറ്റി വയ്ക്കാൻ പറ്റുമെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും. ഇൻ കേസ് നമുക്കത് മാറ്റി വയ്ക്കാൻ സാധിച്ചിട്ടില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ, സ്പീഡ് കുറച്ച് ഓടിക്കുക വാഹനം. അതായത് ഓവർ സ്പീഡിങ് ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക. സ്പീഡ് കുറച്ച് ഏകദേശം ഒരു 40-45 ആ റേഞ്ചിനകത്ത് നിൽക്കുക എന്നുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും നല്ല രീതിക്ക് ബ്രേക്കിങ് കിട്ടുന്നതായിരിക്കും. വാഹനത്തിൻ്റെ കൺട്രോൾ നഷ്ടപ്പെടത്തില്ല. കുഴിയിലോട്ടൊക്കെ പോയി ഏതെങ്കിലും ഒരു കുഴിക്കകത്തോട്ട് വാഹനം വീണെന്ന് പറഞ്ഞാൽ പോലും അവിടെ നിന്നോളൂ. സ്പീഡ് കൂടുതലുണ്ടെങ്കിൽ തെറിച്ച് പോകാൻ, അല്ലെങ്കിൽ കുറച്ചുകൂടെ ഫോഴ്സ് വരാനുള്ള ചാൻസസ് ഉള്ളൂ. അതുകൊണ്ട് പ്രത്യേകിച്ച് നമ്മൾ മഴയുള്ള സമയത്ത്, അതായത് ഹെവി റെയിൻ ഉള്ള സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, രാത്രി ഓടിക്കുമ്പോൾ റോഡിൻ്റെ കണ്ടീഷൻ അറിയാത്തിടത്തോളം കാലം, അതായത് നമുക്ക് ഫെമിലിയർ അല്ലാത്ത വഴി കൂടെയാണ് പോകുന്നതെങ്കിൽ ഈ ഒരു കാര്യം ഉറപ്പായിട്ട് നിങ്ങളുടെ മനസ്സിൽ ഉണ്ടായിരിക്കും.